ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായാലും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാനേ വീഡിയോ ചെയ്യാത്തതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും പുറത്തുള്ള വീഡിയോസ് കുറച്ചുകൂടെ ആക്കാൻ പറയും. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ട്. നമ്മുടെ കാനഡയിലത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് 4 hours സൺലൈറ്റ് കിട്ടുന്നുള്ളൂ. ലൈറ്റാണ് ഇവിടുത്തെ ഏറ്റവും വീഡിയോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനം. അത് കാരണം നമ്മൾ എന്തോ കുറച്ച് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതേ പുതിയ ലൈറ്റ്സ് ഒരു മൈക്കൊക്കെ കാണിച്ചു കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെച്ചാണ്. അപ്പോൾ യെസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ആമസോണിലത്തെ കുറച്ച് വിയേർഡ് സ്റ്റഫ്സ്, നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു റിവ്യൂ നടത്താണ്. ഈ സാധനം കണ്ട ഈ മിക്സിയൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എനിവേസ് നമ്മളൊരു വെൽക്കം നോട്ട് കൊണ്ട് തുടങ്ങാണ്. അഗെയിൻ ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോ മെല്ലു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അപ്പോൾ ഇന്നത്തെ പെർഫ്യൂം ഓഫ് ദ ഡേ, ഇന്നത്തെ പെർഫ്യൂമാണ് സ്വിസ് അറേബ്യൻ ഷഗാഫ് ഊദ്. ഈ സാധനം ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഭയങ്കര ചീപ്പാണ്. ഐ മീൻ പൈസ വെച്ചിട്ട് ഭയങ്കര ചീപ്പാണ്, പക്ഷേ ഭയങ്കര റോയൽ ടച്ച് കിട്ടും. ശരിക്കും ഒരു ഇന്ത്യൻ സൂദിൻ്റെ മണമാണ്. ഒരു നമ്മുടെ പണ്ടത്തെ ദുബായ് ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു യാഡ്ലി ഇല്ലേ, ഒരു മെറ്റൽ ബോട്ടിൽ യാഡ്ലി, അതിൻ്റെയൊക്കെ നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ കള്ളുപിടിക്കുന്ന ഒരു ടിന്നുണ്ട്, അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള യാഡ്ലി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതിൻ്റെ എക്സാക്ട് സ്മെല്ലാണ്. ഞാൻ ഈ പുതിയതായിട്ട് പെർഫ്യൂം ഞാൻ പെർഫ്യൂം വാങ്ങുന്നത് perfumeonline.ca എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അങ്ങനെ ഒരു പുതിയ വെബ്സൈറ്റ് ട്രൈ ചെയ്യുന്നവർക്ക് ഒരു ടിപ്പ് പറയാം. ആദ്യത്തെ പെർഫ്യൂം എപ്പോഴും ഒരു ടെസ്റ്റർ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ടെസ്റ്റർ ബോട്ടിൽ ആർ നോട്ട് ഫേക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും ഒരു ഫേക്ക് ആണോ അല്ലയോ എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ വെബ്സൈറ്റ് ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ഐഡിയ കിട്ടും. സോ ട്രൈ ഔട്ട് ചെയ്യുക ഷഗാഫ് ഊദ്. 10 വിയേർഡ് സ്റ്റഫ്സ് ഫ്രം ആമസോൺ നമ്മൾ തുടങ്ങാണ്. ഇത്രയും സാധനങ്ങൾ വിയേർഡായിട്ട് ആമസോണിൽ ഉണ്ടെന്ന് ഞാനിത് വാങ്ങാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന്. ഭയങ്കര വിയേർഡ്, ഐ മീൻ ആരിത് വാങ്ങണേ എന്ന് തോന്നിപ്പോകും. നമ്മളൊക്കെ വാങ്ങണ ആമസോണിൽ നിന്ന് വാങ്ങണ സാധനം കോമൺ ആണ്. ഹെഡ്സെറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര കോമൺ. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങണ്ട. ഇപ്പം ഞാൻ കാണിക്കുന്ന കുറേ സാധനങ്ങൾ ഒരു 100+ സെയിൽസ് വന്ന റിവ്യൂസ് വന്ന സാധനങ്ങളാണ്. അപ്പം അത്ര ആൾക്കാർ വാങ്ങുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്തു. ഞാൻ മാത്രമല്ല അത്രയും വിയേർഡ്, എന്നെക്കാളും കൂടുതൽ വിയേർഡ് ആൾക്കാർ ഈ ലോകത്തിലുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇതാണ് എനിക്ക് ഏറ്റവും വിയേർഡായിട്ട് തോന്നിയ വൺ ഓഫ് ദ തിങ്. ടോയ്ലറ്റ് മഗ്. കാപ്പി ടോയ്ലറ്റിലും ആയിട്ട് ഒരു അഗാധ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ഒരു കാപ്പി ഇല്ലാതെ ടോയ്ലറ്റിനൊരു ജീവിതമില്ല. എൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുള്ളി അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ നോക്കാകരെ അവനിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കോൺഫിഡൻസിൻ്റെ അങ്ങേ അറ്റം തന്നോണ്ടിരിക്കുക പുള്ളി. അപ്പോൾ യെസ്, അപ്പം ഇതാണ് ഒന്നാമത്തെ സാധനം, ടോയ്ലറ്റ് മഗ്. ഡീറ്റെയിലിംഗ് ഉണ്ടോ നമ്മുടെ ഫ്ലഷിൻ്റെ മറ്റേ ഇതുവരെ ഡീറ്റെയിൽഡ് ആണ്. നമ്മുടെ അതിന് പറയണ എന്താണെന്ന് വെച്ചാൽ മറ്റേ നോബ് അതുവരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്തുണ്ട് ഫ്ലഷിൻ്റെ. അപ്പോൾ യെസ്, ഇതാണ് ഒന്നാമത്തെ സാധനം. നമുക്ക് വാഷ്റൂമിൽ പോകുമ്പോൾ കാപ്പി, നല്ല ചൂട് കാപ്പി, ചൂടുവെള്ളം, സ്നാക്സ്, എൻജോയ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവരും ഫോണിൽ, ഞാൻ ഉൾപ്പെടെ, ഞാനൊക്കെ 2 മണിക്കൂറൊക്കെ ഫോണിലെടുക്കും. അർജുനൊക്കെ വേരി ഇറങ്ങിപ്പോയി എൻ്റെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് വാഷ്റൂമിൽ. അപ്പോൾ യെസ്, അങ്ങനെ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവും. ഒരു റിസംബ്ലൻസ് നിങ്ങളുടെ വാഷ്റൂം ചങ്കിന് ഇത് ഗിഫ്റ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ടോയ്ലറ്റ് മഗ്. യെസ്, അപ്പോൾ അരിഞ്ഞാടിനെ കൊണ്ട് ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, അരിഞ്ഞേട്ടാ ഏതാ വേണ്ട, അടുത്ത ഏതാ അരിഞ്ഞേട്ടാ വേണ്ടേ? വിച്ച് വൺ ഡു യു വാണ്ട്? ഗോഫ് ഏതിൽ റാൻഡമായിട്ട് ഇതിലൊന്നും സെറ്റ്. ഇതാ ഓക്കെ യെസ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് പറയാട്ടോ. ഇത് ഞാനല്ല, ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഗിഫ്റ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഗിഫ്റ്റിയോട് പറയും ഏതാ വേണ്ടിയെന്ന്. ഇങ്ങനെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് ഇത് നല്ലതാണ് ഇത് നല്ലതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ച് ഈ സാധനം ഗിഫ്റ്റിയുടെ സെലക്ഷനാണ്. ഒരു പില്ലോ, ഇത്രയും വിയേർഡായിട്ടൊരു പില്ലോ കിട്ടുമെന്ന് ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ. എനിക്കിന്ന് ഇച്ചിരി ഇത് ഭയങ്കര വലുതാട്ടാ, നമ്മൾ വിചാരിക്കണില്ല, ഹ്യൂജ്. ഞാൻ വിചാരിച്ചിതൊരു കുഞ്ഞൊരു ഇത് നീർത്തട്ടെ. അതന്നെ, എന്ത് ചെയ്യാൻ, ദൈവം എല്ലാം എനിക്ക് തന്നു, ബുദ്ധി മാത്രം തന്നില്ല കേസ്. ശരിയാട്ടാ, സംഭവം ശരിയാണ്. ഇപ്പൊ ഗിഫ്റ്റിയുടെ അടുത്ത ഡയലോഗ് എന്താ പറയാമോ? ഞാൻ ഇത് ആത്മാർത്ഥമായിട്ട് പറയാം, ഞാനിത് വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ ഗിഫ്റ്റ് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യണ്ട, ഇത് നമുക്ക് വെക്കാതെ പറയും പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതെന്താന്ന് മനസ്സിലായല്ലോ, ഇതിന്റെ പില്ലോ.
ഇതെന്താ സാധനം? ഇതെന്താ സാധനം പറ, എനിക്കറിയാമുള്ള ഗിഫ്റ്റ് ആണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. ഈ സാധനത്തിന്റെ പേര് ബക്കറ്റ് എന്നാണ്. ബ്രെഡ് കഷ്ണം, പക്ഷെ ബ്രെഡ് കഷ്ണത്തിൽ കിടന്നിറങ്ങി എന്ത് രസം. സേ ഹായ് ടു സബ്സ്ക്രൈബേഴ്സ്. ഹലോ. കൊക്കോ ഇടയ്ക്കിടയ്ക്ക് വരും. ഈയിടെയായിട്ട് ഭയങ്കര കാര്യാന്വേഷണമാണ്. പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ ഒരു 6 വയസ്സ് 6.5 വയസ്സായാലും അതിൻ്റെതായ മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യണ ഒരു ടൈമാണ്. സോ സേ ഹായ് ഗൈസ്. ഹലോ. ഓക്കെ, കോക്കോയും ടോയ്ലറ്റും സെറ്റ്. അപ്പോൾ യെസ്, ഇതാണ് ഗൈസ് ബക്കറ്റ്. ബക്കറ്റ് തലോണയാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം. ലാലി, നല്ല സുഖം. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വെറൈറ്റി ഐറ്റം. കാണുമ്പോൾ കടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇത്ര വലിയ ബക്കറ്റിൻ്റെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേല്. അപ്പൊ യെസ്, നമ്പർ 2 ബക്കറ്റ് തലോണ. അപ്പൊ യെസ്, നമ്പർ 3 കിടക്കാം. നമ്പർ 3 ഏത് വേണം? നമ്പർ 3 യെസ്, ഇത് ഇടുക. ഇത് എൻ്റെ ചോയ്സാണ്. ഈ സാധനം ഇതൊക്കെ ആരടാ വാങ്ങണേ? ഇതെന്താണെന്നറിയാമോ? പിമ്പിൾ പോപ്പർ. ഇങ്ങനെ പിമ്പിൾ ഇങ്ങനെ പോപ്പ് ചെയ്യണ പീനോ ചെലം വരില്ലേ, ആ സാധനം വരെ വരും. എന്താ ഗേൾ ഒന്നുമില്ല ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഈ ഗേൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടിലുള്ള പെമ്പിള്ളേർക്ക് ഈ കുരു പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ കുരു പൊട്ടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം ഗൈസ്. നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ഇരിക്കുന്ന തൊലി പോലെ തോന്നിപ്പിക്കുന്ന, അതായത് ഫേസിൻ്റെ തൊലി പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനം. ആ സാധനത്തിൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ആ സാധനത്തിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ആ സാധനം നമുക്കിങ്ങനെ. അപ്പോൾ യെസ് ഗൈസ്, നമ്പർ 4 പിമ്പിൾ സ്പോട്ടർ. ഇതപ്പോൾ ആക്ച്വലി ഇതാണ് 3ാമത്തെ ഐറ്റം. ഇതിൻ്റെ കൂടെ മറ്റേ പിന്നെ പിമ്പിൾ പ്ലസ് ഈ സാധനം വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊക്കെ ആര് വാങ്ങാനാണ് ദൈവം? ഇത് ആക്ച്വലി അവർ ആമസോണിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുള്ള സ്ട്രെസ് റിലീഫ് സാധനമാണ്. നിങ്ങൾ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കി സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ സാധനം ഞെക്കി പിടിക്കുക. അപ്പോൾ യെസ് ഗൈസ്, 4ാമത്തെ ഐറ്റം ഇതാണ് നമ്മുടെ 4ാമത്തെ ഐറ്റം. ഇത് എന്താ ഐറ്റം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം, ഞാൻ ഓർഡർ ചെയ്ത്. പക്ഷേ ഇത് തുറന്നു നോക്കാതെ അറിയില്ലല്ലോ നമുക്ക് എന്താ ഐറ്റം എന്ന്. ഇത് ഇന്ന് രാവിലെ വന്നോളൂ കേട്ടോ. ഞാൻ ഈ 10 ഐറ്റം വരാൻ വേണ്ടിയിട്ട്, ഡെലിവർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി. അതുകൊണ്ട് എത്ര ലേറ്റായ വീഡിയോ എടുക്കാൻ, അല്ലാതെ ഞാൻ നേരത്തെ എടുത്തേനെ. ഇതെന്താ സാധനം? ഇത് വന്ന് ചെവി. അങ്ങനെയല്ലല്ലോ, ചെവി. അപ്പൊ ഇതാണ് ഗൈസ് ചെവി. ആമസോണിൽ നിന്ന് നമുക്ക് ചെവി വാങ്ങാൻ കിട്ടും ഗൈസ്, ആവശ്യമുണ്ടെങ്കിൽ. ഇത് ആർക്കാണ് ഈ ചെവിയുടെ ആവശ്യം? എനിക്കറിയില്ല കേട്ടോ. I welcome my dear Arijatan to the stage. Come on brother. Yes guys, അപ്പോൾ അരിജാട്ടനെ വിളിച്ചിട്ട് അരിജാട്ടൻ ഒറ്റ ആറ്റിട്ടൊക്കെ മൈക്ക് അരിജാട്ടൻ മൈക്കോണോ? അരിജാട്ടൻ തമാശത്തിൽ പറയട്ടോ. തമാശത്തില്ല ഗൈസ്, അരിജാട്ടൻ തമാശത്തില്ല. അപ്പൊ അരിജാട്ടനെ നമ്മൾ വിളിച്ചത്. അരിജാട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ അരിജാട്ടൻ മുട്ടയായിട്ട് ഒരു അഗാധ ബന്ധമുണ്ട്. അപ്പൊ മുട്ട പൊട്ടിക്കാനാണ് അരിജാട്ടൻ്റെ ഇന്നത്തെ ദൗത്യം മുട്ട പൊട്ടിക്കുക. ഓക്കെ, പേടിയുണ്ടോ? ടെൻഷൻ ഒന്നുമില്ല, കോൺഫിഡൻറ്റ്. മുട്ട പൊട്ടിക്കാൻ കോൺഫിഡൻറ്റ് അല്ലേ അരിജേട്ടാ? ഡ്യൂട്ടി അറിയാലോ. കത്തിയാണോ? ഉറപ്പടാ? തട്ടടിയിലായിരുന്നു പുള്ളി. ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്, ഇറ്റ് ഈസ് വർക്കിംഗ്. ഇനി ഒന്ന് കുലുക്കി നോക്കാം. വീടാ കുട്ട. അല്ല, ഇത് വർക്കിംഗ് കേട്ടോ. ഇത് വർക്കിംഗ് കേട്ടോ. ഇത് വർക്കിംഗ് ആണ്. ഇത് പെർഫെക്ഷൻ, കുക്ക്ഡ് വിത്ത് പെർഫെക്ഷൻ. ബൂം ബാങ്. ഈ സാധനം വർക്കിംഗ് ആണ് ഗൈസ്. മുട്ടയുടെ വെള്ളയും ഉണ്ണിയും നമുക്ക് 2 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ സാധനം വർക്കിംഗ് ആണ്. നല്ലൊരു ഇൻവെൻഷൻ. ഇത് ക്രിയേറ്റീവായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഡിഷ് വാഷറിൽ വെച്ച് അടിച്ചേട്ടൻ സന്തോഷമായിട്ട്. അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്ത് ഈ സാധനം ഇനി വർക്കായില്ലെങ്കിൽ എനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക്സ് സോ മച്ച്. അപ്പൊ അതായിരുന്നു ഐറ്റം നമ്പർ 5. അപ്പൊ കിച്ചൺ അപ്ലയൻസസിലോട്ട് കയറിയപ്പോൾ നമുക്ക് ഇനി ഒരു കിച്ചൺ അപ്ലയൻസസിലൂടെയും തുറക്കാം. ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ മിക്സി.
ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. യെസ്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ മിക്സിയാണിത്. ഇതും ഇപ്പം ഇത് ടോയ് ആയിട്ടാണ് അവർ മീൻ ചെയ്യണേ, പക്ഷെ എന്നാലും ഇവർ പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ്സ് ടൈനിയസ്റ്റ് ബ്ലെൻഡർ എന്ന് പറഞ്ഞിട്ടാണ്. സാധനം കീറി എടുക്കാം ഗൈസ്, കീറി എടുക്കാം. പൊട്ടി. ഈ മിക്സിയെ പറ്റി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇച്ചിരി ഫിലിം ലവർ ആയതുകൊണ്ടും എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഇച്ചിരി സൈലൻസിലൊക്കെ ഇരുന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ സിനിമ കാണുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ സിനിമ കാണുമ്പോൾ ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഡയലോഗ് കേട്ടിട്ടാണ് സിനിമ കാണുള്ളൂ. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ളപ്പോൾ എൻ്റെ മമ്മിയുടെ മെയിൻ പരിപാടി, സിനിമ തുടങ്ങി ഒരു ഇമ്പോർട്ടൻറ്റ് പരിപാടി എത്തുമ്പോൾ മമ്മി മിക്സി ഓൺ ചെയ്യും. ഒരു പണ്ടാരം ഡയലോഗും മമ്മി കേൾപ്പിക്കൂല. അപ്പം തൊട്ട് അത്ര നേരം മമ്മിക്ക് കുക്കിങ്ങിൽ ഒരു പണ്ടാരമില്ല. പക്ഷേ സിനിമ തുടങ്ങിയാൽ കുക്കിംഗ് തുടങ്ങും. ഇതാണ് സ്മോളസ്റ്റ് ബ്ലെൻഡർ. ഈ സാധനം ഇതിനകത്ത് നമുക്ക് ബാറ്ററി ഇടാൻ പറ്റും. ഞാൻ പക്ഷേ ഇത് തുറന്ന് ബാറ്ററി ഇടാൻ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ബാറ്ററി ഇടല്ല. പക്ഷേ ദിസ് ഈസ് ദ തിങ്. നെക്സ്റ്റ് നാക്ക്, ഫേക്ക് നാക്ക്. മനുഷ്യന്റെ നാക്കും ആമസോണിൽ വാങ്ങാൻ കിട്ടും ഗൈസ്. എൻ്റെ അമ്മേ, ഇത് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ. അയ്യോ, അത് നമ്മൾ ടിക്ടോക്കിൽ ഇത് പിടിക്കുമ്പോൾ നാക്ക് പോലെ തന്നെ തോന്നും. അടുത്ത ഗീവവേ നാക്ക്. ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ആൾക്ക് നാക്ക് ഗീവവേ കിട്ടും, അയച്ചു കൊടുക്കും. കാനഡയിലുള്ള ആൾക്ക് കേട്ടോ. നാട്ടിലുള്ള ആൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, നോക്കാൻ ട്രൈ ചെയ്യാം. പക്ഷെ വീഡിയോയിൽ കമന്റ് ചെയ്താൽ ഈ നാക്ക് ഞാൻ ഗീവവേ തരും. നാക്ക് വേണമെങ്കിൽ നാക്ക് എന്ന് കമന്റ് ഇടാം. അപ്പൊ അടുത്ത ഐറ്റം, നമ്മുടെ 8th ഐറ്റം, വിയേർഡ് സ്റ്റഫ്സ് ഫ്രം ആമസോൺ. ഉപയോഗമില്ലാത്ത പെട്ടി. ആമസോൺ വരെ ഇതിനെ വിളിക്കുന്നത് യൂസ്ലെസ് ബോക്സ് എന്ന് പറഞ്ഞാണ്. കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. യൂസ്ലെസ് ബോക്സ്. ഈ ബോക്സ് കൊണ്ട് ഒരു ഉപയോഗമില്ല എന്നാണ് ആമസോൺ തന്നെ പറയണത്. ഇത് തട്ടുമ്പോ ഇവൻ വന്ന് അടയ്ക്കും ഗൈസ്. ഇതിൻ്റെ അകത്തു നിന്നുള്ളവൻ വന്ന് അടയ്ക്കും. തുറക്കാൻ സമ്മതിക്കൂല അത്. എനിക്കിങ്ങനെ സ്വിച്ചുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ ടേൺ ഓൺ ആവുന്ന സാധനങ്ങൾ വെച്ച് കളിക്കാൻ എനിക്ക് എത്ര ഇഷ്ടമുള്ള വേറെ ആള് ഞാനില്ല. അപ്പൊ യൂസ്ലെസ് ബോക്സ്. 9th ഐറ്റം, ഞാൻ ആക്ച്വലി ഒരു 2 ഐറ്റം എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു. അത് വേറെ ഒന്നല്ല, ഇൻ കേസ് എന്തെങ്കിലും ഒരു പാളിയാൽ കറക്റ്റ് 10 ആയിട്ട് ഇടാൻ. പക്ഷെ അപ്പം നമ്മൾ കാര്യം 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം പ്രോബബ്ലി 9, 11 സാധനം ഉണ്ടാവും. 12 സാധനം ഉണ്ടോ ഗൈസ്? അപ്പോൾ 12 സാധനം ഉണ്ട്. ഇപ്പം ഇത് ആക്ച്വലി വിയേർഡ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ട് സാധനമാണ്. കണ്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ട് സാധനമാണ്. നമ്മുടെ സ്പിരിറ്റ് സിനിമയിൽ മോഹൻലാൽ സ്പീക്കറായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ കണ്ടുണ്ടോ? അതാണ് സാധനം ഗൈസ്. നമുക്ക് ആക്ച്വലി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഹലോ ഹലോ ഹലോ, മൈക്ക് ചെക്കിങ് മൈക്ക്. അപ്പോൾ ഗൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്യാപ്ചറിങ് ഭയങ്കര അടിപൊളി കേട്ടോ. കാരണം ഞാനിത് മ്യൂട്ട് ചെയ്തിട്ടാണ്. കണ്ടോ? അതായത് ഹലോ, വാ, ഭയങ്കര ക്യൂട്ട് സാധനം. ടൂത്ത് റെട്രോ ഹാൻഡ്സെറ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ദാറ്റ് വാസ് അവർ 9th ഐറ്റം ആൻഡ് ദ 10th ഐറ്റം. പക്ഷേ 11th ഐറ്റം ഭയങ്കര സ്പെഷ്യലാണ്. 11th ഐറ്റം ഒരു അഡൽട്സ് ഉള്ളി ഐറ്റമാണ്. സോ 11th ഐറ്റം മിക്സ് ചെയ്യാതിരിക്കണം. അഡൽട്സ് ആയിട്ടുള്ളവർ മാത്രം കാണുക. ആൻഡ് എൻ്റെ മമ്മി ഈ വീഡിയോ കാണാനുണ്ടെങ്കിൽ സോറി മമ്മി, അതെനിക്ക് കാണിക്കാതിരിക്കാൻ വയ്യ. മീൻ ചെരുപ്പ്, പുതിയ ചെരുപ്പായി. ബീച്ച് വെയറായി ധരിക്കാൻ പറ്റിയ സാധനം മീൻ ചെരുപ്പുകൾ. കവാലം ജഡ്ഡികൾ എന്ന് പറയുന്നില്ലേ, മീൻ ചെരുപ്പുകൾ. എന്തിനും ഏതിനും മീൻ ചെരുപ്പുകൾ. വിയേർഡ് ആയിട്ടുള്ള ദ ബെസ്റ്റ് വിയേർഡ് സ്റ്റഫ്സ്, മീൻ ചെരുപ്പുകൾ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഗൈസ്. ഇനി ദ അഡൽട്ടുള്ളി സാധനം. അപ്പോൾ 11ാമത്തെ സാധനം. ഈ സാധനം ഞാൻ എന്തായാലും റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും ഇൻ കേസ് എന്തെങ്കിലും വരാൻ ഡിലേ ആവുമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് ഒരു ഐറ്റം എക്സ്ട്രാ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് വരാനാണ് ഏറ്റവും കൂടുതൽ ഡിലേ ആയത്. അതുകൊണ്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഇതാണ് മെയിൻ സാധനം. ഇറ്റ്സ് എ ബാഗ് ഓഫ് ഡിക്സ്. സുന്നകളുടെ ഒരു കിഴി. അത് തന്നെ, ഒരു കിഴി ഓഫ് സുന്നാസ്.
പീനസിൻ്റെ ആക്ച്വൽ മോഡൽസ്. യെസ്, അപ്പോൾ ഒരു ബാഗ് ഓഫ് പീനസ് അല്ലെങ്കിൽ ബാഗ് ഓഫ് ടിക്സ്. അപ്പോൾ യെസ് ഗൈസ്, അതായിരുന്നു 11 ഐറ്റംസ്. നമ്മളെല്ലാ ഐറ്റംസും കാണിച്ചു. ഇതൊരു ഫൺ വീഡിയോ ആയിരുന്നു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം ഫണ്ണാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മൈക്കൊക്കെ ഓഡിയോസ് എങ്ങനെയുണ്ട്, ലൈറ്റിംഗ് എങ്ങനെയുണ്ട്, കുറച്ചുകൂടെ എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ്. വേറൊരു കാര്യം കൂടെ പറയാമെന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു സാധനത്തോടെ തുടങ്ങണം. നമ്മൾ ഷോർട്സിലോടും കൂടെ ഇൻക്ലൂഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സോ സിനിമ ഇഷ്ടമായതുകൊണ്ട് തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ചുറ്റിനുണ്ട്. അപ്പം എൻ്റെ വാച്ച് ലിസ്റ്റ് ഭയങ്കര അടിപൊളിയാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സിനിമകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീക്കിലി ട്വൈസ് ഓർ ത്രൈസ് നമ്മൾ ഓരോ ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യണം. മൂവി സജഷൻസ് ആണ് മേജർലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ടായിരിക്കും സ്റ്റുഡിയോയും എഡിറ്റിംഗ് ടേബിളും എല്ലാം ഇതായതുകൊണ്ട് വി വിൽ ഗോ ഫ്രം ഹിയർ. പുതിയ ലൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് പറയണം. നമ്മുടെ ഷോർട്സ് ഇറങ്ങുമ്പോൾ അത് കാണാൻ എന്തായാലും ട്രൈ ചെയ്യണം. ആ സിനിമ കാണാൻ ട്രൈ ചെയ്യണം. സിനിമ കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയാണ്, അതിനെപ്പറ്റി, സിനിമ മാത്രമല്ല സീരീസിനെ പറ്റിയുള്ള റിവ്യൂസ് അറിയിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എക്സ്ട്രോവേർട്ട് മല്ലു സൈനിങ് ഓഫ്. See you in next video. Bye bye.